നിൽക്കുമ്പോൾ തന്നെ തലകൾ വണക്കാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഇന്ന് വിശുദ്ധ ദിനത്തിൽ ആലയത്തിൽ ആയിരിക്കാനും അങ്ങേ സ്തുതിപ്പാനും പ്രാർത്ഥിക്കുവാനും ദൈവമേ അങ്ങ് ചെയ്ത കൃപയ്ക്കായി ഓർക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കുറച്ചു സമയത്തേക്ക് വചനചിന്തയായി അടിയാൻ ഒരുങ്ങുമ്പോൾ അടിയൻ്റെ വായിലെ വാക്കുകളും വചനത്തിന് ധ്യാനവും അപ്പാ പിതാവെ ഇവിടെ ആയിരിക്കുന്നവരുടെ ഹൃദയത്തിൽ 30-100 മിനി വിളവ് കൊയ്യുന്ന രീതിയിലാവുവാൻ ദൈവമേ അങ്ങ് അടിയാനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തെ തന്നെ ആമേൻ. സഭയ്ക്കിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ഈ ഇടവകയുടെ അധ്യക്ഷൻ ജോൺ വത്സകുമാറച്ചൻ, അതിമനോഹരമായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സഭ കോയരംഗങ്ങളെ, ഇടവകയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഷൈൻ കുമാറിന്, ഈ സഭയ്ക്ക് സംഘടനയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്ന യൂത്ത് സെക്രട്ടറി അഫിൻ, കഴിഞ്ഞ വർഷത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സാംരാജ്, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആഘോഷം എന്നത് മനുഷ്യന് ആഹ്ലാദവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു ഓണാ ദിവസം യുവജനവാരം ആഘോഷിക്കുവാൻ ഇന്ന് ആരംഭം കുറിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ ഇവിടെ ആയിരിക്കുന്ന യുവജനങ്ങൾക്കോ വിശ്വാസികളുടെ മുഖത്തൊന്നും ഒരു പുഞ്ചിരിയോ സന്തോഷമൊന്നുമില്ല. മഹായിടവക യൂത്ത് ബോർഡ് സെക്രട്ടറി എന്ന് കേട്ടപ്പോൾ ഇച്ചിരി കൂടെ പ്രായമോ ഇച്ചിരി പൊക്കോ ഇച്ചിരി ഉള്ളവരാണ് പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ മധ്യേ എനിക്ക് ആയിരിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു അച്ഛനാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. സഭയ്ക്കും പ്രത്യേകിച്ച് യുവജന സംഘടനയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഏകദേശം 40ഓളം യുവജനങ്ങൾ സംഘടന ആരാധനയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ യൂത്ത് ബോർഡിൻ്റെ ചാർജ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ചർച്ച് സെക്രട്ടറി ആയിരിക്കുന്ന ഷൈനോട്ട് പരിചയമുണ്ട്. എന്നെ യൂത്ത് ബോർഡ് സെക്രട്ടറി ചാർജ് എടുക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഈ നേതൃത്വം നൽകുവാൻ വേണ്ടിയൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ സാംരാജ്, ദക്ഷിണേന്ത്യ മഹായിടവയിൽ ഏത് തന്നെ യൂത്തിൻ്റെ പ്രവർത്തനം വന്നാലും ഒരു കൂട്ടം യുവാക്കളെയൊക്കെ ഏരിയയിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണ ദിവസം നിങ്ങളോടൊപ്പം ആരാധിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് പല വലിയ സഭകളും യുവജനവാരം ആഘോഷിക്കുവാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആലയത്തിൽ പോകരുത്, സംഘടനയിൽ പ്രവർത്തിക്കരുത് എന്നൊക്കെ ആരൊക്കെയോ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് മധ്യേ, ഈ ദേശത്തിന് മധ്യേ, ഈ സമൂഹത്തിന് സാക്ഷിയായി നിൽക്കുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വിളിച്ചോതിക്കൊണ്ട് ഒരു കൂട്ടം യുവജനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നു മുതൽ ബാലജന യുവജനവാരമായി നിങ്ങൾ ഒരാഴ്ച കാലം ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കട്ടെ. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കഥ ഇപ്രകാരമാണ്. ഒരു ആലയത്തിലെ ഒരു പുരോഹിതൻ തൻ്റെ ആലയത്തിലെ സൺഡേ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരുപാട് വർഷം കൊണ്ട് നീ സൺഡേ സ്കൂളൊക്കെ പഠിക്കുകയല്ലേ, ആലയത്തിലെ എല്ലാവിധ പ്രവർത്തനത്തിനുമുണ്ടല്ലോ, ഒരുപാട് ദൈവവചനമൊക്കെ കേട്ടതല്ലേ, ബൈബിളിലെ ഒരു കഥ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ആ പുരോഹിതൻ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു. ആ വിദ്യാർത്ഥിക്ക് വളരെ സന്തോഷം തോന്നി. ഒരച്ഛൻ എന്നോടൊരു കഥ പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. ആ വിദ്യാർത്ഥി സന്തോഷത്തോടെ കഥ ആരംഭിച്ചു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലോട്ട് യാത്ര ചെയ്യുന്ന മധ്യേ കുറച്ച് കള്ളന്മാർ വന്നു ആ മനുഷ്യനെ ആക്രമിച്ചു, വെട്ടി കഷ്ണങ്ങളൊക്കെ ആക്കി. അതിൽ കുറച്ച് കഷ്ണം മുള്ളിനിടയിൽ വീണു, കുറച്ച് കഷ്ണം പാറയുടെ വീണു, കുറച്ച് കഷ്ണം നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ കഷ്ണങ്ങളെ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്നു 12 കുട്ടയിൽ പെറുക്കിയെടുത്ത് അതിൽ ഒരു കുട്ട യൂദ 30 വെള്ളിക്കാശിനെ മറച്ചു വിറ്റു. ഇത് ചോദ്യം ചെയ്ത യേശുവിനെ ക്രൂശിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ വായിച്ചപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കഥയാണെങ്കിൽ, ദക്ഷിണ കേരള മഹായിടവകയിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് +1 ഡിഗ്രി മറ്റ് ഉപരിപഠന മേഖലകൾ, അതുപോലെ തന്നെ മഹായിടവകയുടെ വിവിധങ്ങളായ സ്ഥാപനങ്ങളൊക്കെ ജോലിയും മറ്റും നൽകുന്നത് വേദപുസ്തക പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദക്ഷിണ മഹായിടവകയിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, 10ാം ക്ലാസ്സിൽ 10+ കിട്ടിയ വിദ്യാർത്ഥിയുമുണ്ട്, ജസ്റ്റ് പാസ്സായ വിദ്യാർത്ഥിയുമുണ്ട്. ആലയത്തിൽ സംഘടനയിലൊക്കെ
മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. എന്നാൽ ബൈബിളിൽ നിന്ന് ചില ചോദ്യങ്ങൾ, കഥകൾ, വാക്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്നൊക്കെയോ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ചില വാക്യങ്ങൾ, ചില കഥകൾ എവിടെയൊക്കെയോ കേട്ട് മറന്നതിനേക്ക് കൂട്ടിച്ചേർത്ത് പുതിയ കഥ, പുതിയ വാക്യങ്ങൾ, തെറ്റായ രീതിയിലുള്ള വേദപുസ്തക പഠനമാണ് കാണുവാൻ സാധിക്കുന്നത്. ആലയത്തിൽ പ്രവർത്തിക്കുവാൻ, സംഘടനയിൽ പ്രവർത്തിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഒരുപാട് അവസരങ്ങളാണ് ഈ നാളുകളിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഈ അവസരങ്ങളൊക്കെ നമ്മൾ എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അതിനായി ബൈബിളിലെ 3 വ്യത്യസ്ത സാഹചര്യത്തിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഫെലിക്സ് രാജാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഫെലിക്സ് രാജാവ് എന്ന ഒരു രാജാവിനെ കാണുവാൻ സാധിക്കും. ആ വേദഭാഗം വായിക്കുമ്പോൾ ഒരു മഹാരാജസദസ്സ്, ആ രാജസദസ്സിൽ ഫെലിക്സ് രാജാവ് ഇരിക്കുകയാണ്. ഫെലിക്സ് രാജാവിൻ്റെ മുന്നേ ഇരുചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറ്റം വിധിക്കുന്നതിനായി കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ആ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് ശൗൽ എന്നായിരുന്നു. ശൗൽ എന്ന് അറിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവരെ കൊല്ലുവാനും അവരെ പീഡിപ്പിക്കുവാനും ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശൗൽ. ആരെങ്കിലും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു, ക്രിസ്തുമതത്തെ സ്വീകരിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ തടവിലാക്കുവാനും കൊല്ലുവാനും ഒക്കെ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി. പിൽക്കാലത്ത് യേശുവിനെ കാണുകയും ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്തതിൽ അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയായി മാറി ഒരുപാട് പേരെ ക്രിസ്തു മതത്തിലേക്ക് ആനയിക്കുന്ന, നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയായി തീർന്നു. അങ്ങനെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിക്കുകയും തടവിലാക്കി കുറ്റം വിധിക്കുവാനായി ഫെലിക്സ് രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന രംഗമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ ഫെലിക്സ് രാജാവിനെ ഒരു ആഗ്രഹം ഒതുക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയെ കൊല്ലുവാൻ ഇറങ്ങിത്തിരിച്ചവൻ ഈ നാളുകളിൽ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പ്രസംഗിക്കുന്ന പ്രസംഗം, ഇവൻ പറയുന്ന ദൈവം ആരെന്ന് എനിക്കും അറിയണം, ഒരു പ്രസംഗം എനിക്ക് പ്രസംഗിക്കുമോ എന്ന് പൗലോസിനോട് ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 24-25 വായിക്കുമ്പോൾ, എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. നമ്മളിൽ പലരും പറയുന്ന വാക്കുകളാണ്. ഇനിയൊരു അവസരം വരുമ്പോൾ ഞാൻ ആലയത്തിൽ പ്രവർത്തിക്കാം, ഇനിയൊരു അവസരം വരുമ്പോൾ ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കാം, ഇനിയൊരു അവസരം വരുമ്പോൾ ഞാൻ മാനസാന്തരപ്പെടാം, പ്രാർത്ഥിക്കാം, പ്രസംഗിക്കാം, രൂപാന്തരപ്പെടാം, തിരുവത്താഴം എടുക്കാം എന്നൊക്കെ നമ്മളിൽ പലരും പറയുന്ന വാക്കുകളാണ്. ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ പിന്നീട് ഒരിക്കൽ പോലും ഫെലിക്സ് രാജാവിനെ ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനോ ആ തിരുവചനം കേൾക്കുവാനോ സാധിച്ചില്ല എന്നതാണ് സത്യം. തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അയൽ രാജ്യത്തോട് യുദ്ധത്തിന് പോകുമ്പോൾ ശത്രുവിന്റെ വാളിന് മുന്നിൽ മരിച്ചു വീഴുന്ന ഫെലിക്സ് രാജാവിനെയാണ് പിന്നീട് ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ വർഷം യുവജനവാരം ആഘോഷിക്കുവാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മളോടൊപ്പമില്ല. കഴിഞ്ഞ വർഷം സഭാദിനം ആഘോഷിച്ച പലരും ഈ വർഷം നമ്മളോടൊപ്പം സഭാദിനം ആഘോഷിക്കുവാനില്ല. ആ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇനി ഒരു അവസരം വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നോ എന്ന് ചിന്തിക്കുക. ബാല്യത്തിന്റെ മോഹത്തിൽ, കൗമാരത്തിന്റെ സ്വപ്നത്തിൽ, യൗവനത്തിന്റെ ചുറുചുറുപ്പിൽ പലതും നേടിയെടുക്കാമെന്ന് പറഞ്ഞ് നമ്മളോടൊപ്പമായിരുന്ന പലരും നമ്മളോടൊപ്പം ഈ നാളുകളിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇനിയൊരു അവസരം വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചിന്തിക്കുക. കഴിഞ്ഞ മാസം ഞാൻ വയനാടിന്റെ മേഖലയിൽ സന്ദർശിക്കുവാനൊക്കെ എനിക്ക് സഹായിച്ചു. ദക്ഷിണേന്ത്യ മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ മേഖലയിൽ പോയി. അവിടെ കാണുവാൻ സാധിച്ച ഒരു കാഴ്ച, നമുക്ക് CSL ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ഭാഗികമായി നഷ്ടപ്പെട്ടു. ഇനി അവശേഷിക്കുന്നത് വെറും 3 കുടുംബം മാത്രമാണ്. ആ 3 കുടുംബത്തിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു, ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു. +1 പഠിക്കുന്ന ഒരേ ഒരു വിദ്യാർത്ഥി, ഒരു പൈതൽ മാത്രം ആ കുടുംബത്തിൽ ശേഷിക്കുന്നു. ഇനി എൻ്റെ ജീവിതം എങ്ങോട്ട് പോകും, എന്നെ ആര് വളർത്തും, എൻ്റെ ഭവനമില്ല എന്ന വളരെ കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുന്ന ആ
വിദ്യാർത്ഥി. ഒന്ന് ഓർക്കുക, അവരുടെയൊക്കെ മധ്യേ നമ്മെ കൺമണി പോലെ ദൈവം കാത്തു സൂക്ഷിക്കുമ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം, ഇനിയൊരു അവസരം വരുമ്പോൾ മാനസാന്തരപ്പെടാം, സ്നാനപ്പെടാം എന്ന് ഞാൻ പറഞ്ഞോ എന്ന് ചിന്തിച്ച് നോക്കുക. രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പീലാത്തോസ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പീലാത്തോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന രംഗം, ഒരു കൂട്ടം നാടുവാഴികൾ, പ്രമാണിമാർ, പുരുഷാരമൊക്കെ കൂടി ഇരിക്കുന്നു. ആ രാജസിംഹാസനത്തിൽ പീലാത്തോസ് ആയിരിക്കുന്നു. പീലാത്തോസിന്റെ കൺമുന്നിൽ കള്ളൻ പോലെ യേശുവിനെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ആ വേദഭാഗത്തിൽ പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അധിപനായ ഒരു വ്യക്തിയാണ് പീലാത്തോസ്. ആ കാലഘട്ടത്തിലെ എല്ലാ നിയമാവലികളും ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉന്നതി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പീലാത്തോസ്. തന്റെ കൺമുന്നിൽ യേശു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വ്യക്തി. മത്തായിയുടെ സുവിശേഷം 27-22 വായിക്കുമ്പോൾ പീലാത്തോസ് അവരോട് ക്രിസ്തു എന്ന രക്ഷിതാവിനെ എന്ത് ചെയ്യേണ്ടു? തന്റെ കൺമുന്നിൽ യേശുവിനെ കാണുവാനും ആ ദൈവത്തിനെ കാണുവാൻ അവസരം ലഭ്യമായി തീർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പീലാത്തോസിനെ അവിടെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമുക്കും പലപ്പോഴും യേശുവിനെ കാണുവാനും ആ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ഒക്കെ അവസരങ്ങളൊക്കെ ലഭ്യമായി തീരുമ്പോൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നറിയാതെ നാമും ആയിരിക്കുന്നില്ലേ എന്ന് ചിന്തിക്കുക. ഞാൻ കാരക്കുളം ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു വർഷം മുന്നേ അവിടെ കേശവത്തിന് മുന്നേ വർക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാതാവിൻ്റെ മകളും വളരെ കണ്ണുനീരോടെ അവിടെ ആയിരിക്കുന്നത് കണ്ടു. ഞാൻ ചെന്ന് എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു മാതാവ് പറഞ്ഞു, എൻ്റെ കൊച്ചുമകൻ ഇവിടെ ബോധം നഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. കയ്യിൽ പണമൊന്നുമില്ല, അങ്ങനെ വന്നതാണ്. ഞാൻ കൂടുതലായിട്ട് ആ കുടുംബത്തെ പറ്റി അന്വേഷിച്ചു. അത് CSIയിലെ ഒരു കുടുംബമാണെന്ന് മനസ്സിലായി. ആലയുമായി വളരെ ബന്ധത്തിലുള്ള ഒരു കുടുംബമാണ്. ആ കൊച്ചു പൈതലിൻ്റെ അപ്പൻ കുഞ്ഞുനാളിലെ ഉപേക്ഷിച്ച് പോയതാണ്. ആ പൈതലിൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് തൊഴിലുറപ്പും വീട്ടുജോലിക്കൊക്കെ പോയാണ് ആ പൈതലിനെ വളർത്തിയത്. 16 വയസ്സ് പ്രായമാണ് ആ പൈതലിനുള്ളത്. ആ പൈതലും ആലയത്തിലെ എല്ലാവിധ കാര്യത്തിലും നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ മഹായിയോട് ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി. പിറ്റേ ദിവസം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ സിസ്റ്ററോട് ഞാൻ ചോദിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാണ്. എന്നാൽ സ്കൂളിൽ ചെല്ലാതെ കൂട്ടരെടുത്ത് ചേട്ടന്മാരോട് വേറെ എവിടെ പോയി മദ്യം മയക്കുമരുന്നത് ഉപയോഗിച്ചു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് ആരോ ആട്ടയിൽ കൊണ്ട് വന്നിട്ട് പോയിരുന്നു. ആ 16 വയസ്സുകാരനെ നോക്കുകയാണെങ്കിൽ ആലയത്തിലെ എല്ലാവിധ കാര്യത്തിലും ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി. പ്രസംഗിക്കുവാൻ പറഞ്ഞാൽ പ്രസംഗിക്കുന്നു, പാട്ട് പാടുവാൻ പറഞ്ഞാൽ പാട്ട് പാടുന്നു. എല്ലാവിധ കാര്യത്തിലും ആലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ആ യേശു ഇന്നും വസിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുമ്പോൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ പീലാത്തോസിന്റെ കൺമുന്നിലും യേശുവിനെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരിക്കുന്നു. അവിടെ 16 വയസ്സുകാരൻ ആലയത്തിലെ എല്ലാവിധ പ്രവർത്തനത്തിലുമുണ്ട്. ദൈവവചനം കേൾക്കുന്നു. ദൈവത്തെ കാണുവാനും കേൾക്കുവാനും ഒക്കെ അവസരം കിട്ടിയപ്പോൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാതെ ആയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ബൈബിൾ പഠിക്കുമ്പോൾ യേശു ഒരു ഉപമ പറയുന്നു. ദൂരമേ നിന്ന് അത്തിമരം കാണുമ്പോൾ അതിന്റെ ഇലയൊക്കെ നമുക്കറിയാം വലിയ ഇലയാണ്. ഒരുപാട് പേർക്ക് തണൽ നൽകുന്നു, കിളികൾ കൂടുവെക്കുന്നു. അതിന്റെ വേരുകൾ ആഴമേറിയ വേരുകളാണ്, ശക്തിയായിട്ടൊക്കെ നിൽക്കുന്നുവെങ്കിലും യേശു വന്ന് നോക്കിയത് അതിൽ ഫലമുണ്ടോ എന്നാണ്. അതിൽ ഫലം കണ്ടില്ലെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ആലയത്തിന്റെ എല്ലാവിധ പ്രവർത്തനത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തെ കാണുവാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമായി തീർന്നപ്പോൾ അത് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുക. ഇവിടെ പീലാത്തോസിനും കൺമുന്നിൽ യേശുവിനെ കണ്ടു, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പീലാത്തോസ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരാള് ഒരു കുറ്റക്കാരനെന്ന് തെളിയിക്കുന്നത് തെളിവിന്റെയോ സാക്ഷിമൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പീലാത്തോസ് തന്നെ പറയുകയാണ്, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, അവനിൽ ചുമത്തുവാൻ വേണ്ടി ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ അവിടെ വന്നു കൂടിയിരിക്കുന്ന പുരുഷാരമൊക്കെ നിലവിളിക്കുകയാണ്, ഇവനെ ക്രൂശിക്കാം, ഇവനെ ക്രൂശിക്കാം. അവിടെ ആയിരിക്കുന്ന അതേ പുരുഷാരം തന്നെ 3 ദിവസം മുന്നേയുള്ള ദിവസം നോക്കുകയാണെങ്കിൽ ഓശന്ന ദിനത്തിൽ ദാവീദ് പുത്രൻ ഓശന്ന, ദാവീദ് പുത്രൻ ഓശന്ന എന്ന് ആ യേശുവിനെ ഓശന്ന പാടി അതേ പുരുഷാരം നിലവിളിക്കുകയാണ്, ഇവനെ ക്രൂശിക്കാം, ഇവനെ ക്രൂശിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലും
ആലയത്തിലെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഇതേ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. നമ്മെ ഓസന്ന പാടിയ പലരും തന്നെയായിരിക്കാം അവനെ ക്രൂശിക്കാന്ന് നിലവിളിച്ചത്. ഒന്ന് ഓർക്കുക, ഇതൊക്കെ കേട്ട് പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്ന പിന്മാറ്റത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും ഒരു യാത്ര ചെയ്യുന്ന മധ്യേ അവരൊരു പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാലത്തിന് താഴോട്ട് നോക്കിയപ്പോൾ പുഴയിൽ ഒരു തേള് വീണ് ജീവന് വേണ്ടി പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവും ശിഷ്യനും ഓടി ആ തേളിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഓടി. ഗുരു ആദ്യം ഇറങ്ങി ഇരുകൈകളും കൂട്ടി ആ തേളിനെ വെള്ളത്തിൽ നിന്ന് കരയുടെ അനുഭവത്തിലോട്ട് എത്തിക്കുവാൻ ശ്രമിച്ചു. വെള്ളത്തിൽ നിന്നും കരയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ആ തേള് ഗുരുവിന്റെ കയ്യിൽ കടിക്കുകയും വീണ്ടും വെള്ളത്തിലേക്ക് ചാടുന്ന അനുഭവം. ഗുരു വേദന സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ആ തേളിനെ രക്ഷപ്പെടുത്തി കരയിലിട്ടിട്ട് വീണ്ടും യാത്ര തിരിച്ചു. യാത്ര തിരിക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിക്കുകയാണ്, ഗുരു, അങ്ങ് എന്തിനാണ് ഇത്രയും വേദന സഹിച്ച്, ഇത്രയും കഷ്ടത സഹിച്ച്, അങ്ങയുടെ കയ്യിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എന്തിനാണ് അതിനെ വീണ്ടും വീണ്ടും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഒരുവൻ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് നാം എന്തിന് നന്മ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കണം. ഒരുവൻ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് നാം എന്തിന് നന്മ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കണം. ഓസന്ന പാടിയവനെ ക്രൂശിക്കാൻ നിലവിളിക്കുമ്പോൾ നാം മാറി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇവിടെ പീലാത്തോസ് ആയിരിക്കുകയാണ്, തന്റെ കൺമുന്നിൽ യേശു ഇരിക്കുകയാണ്. കൂടി വന്നിരിക്കുന്ന പുരുഷാരം ക്രൂശിക്കാൻ നിലവിളിക്കുന്നു. പക്ഷേ എടുത്തു പറയുവാൻ തക്ക ഒരു കുറ്റവും യേശുവിൽ കാണുന്നില്ല. അവിടെ ഇരിക്കുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നതിലേക്കായി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ വിധിക്കുന്ന സാഹചര്യമൊക്കെ എത്തി. ആ സമയം മത്തായി എഴുതിയ സുവിശേഷം 27:19 വായിക്കുമ്പോൾ അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു. അതൊരു നീതിമാനാണെന്ന് പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. ആളയച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. അവിടെ ഒരു മുന്നറിയിപ്പ് പീലാത്തോസിന് കിട്ടുകയാണ്. ഇതുപോലുള്ള പല മുന്നറിയിപ്പും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് അച്ഛനിലൂടെ ലഭിക്കുന്ന, പ്രസംഗത്തിലൂടെ ലഭിക്കുന്ന ചില ഉപദേശങ്ങളൊക്കെ അതൊരു മുന്നറിയിപ്പാണ്. മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ മുന്നറിയിപ്പാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കഷ്ടപ്പാടുകൾ അതൊരു മുന്നറിയിപ്പാണ്. ഇവിടെ പീലാത്തോസിന് ഒരു മുന്നറിയിപ്പ് കിട്ടിയപ്പോഴത്തേക്കും എന്നിട്ട് അതൊന്നും വകവയ്ക്കാതെ അവിടെ ആയിരിക്കുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നതിലേക്കായി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിളിക്കുകയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കരുതെന്ന നിയമത്തെ പോലും കാറ്റിൽ ചാലിച്ചുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിധിക്കുന്നു. ഞാൻ ഒന്നാമതായി പറഞ്ഞ ഫെലിക്സ് രാജാവ് ഇനിയൊരു അവസരം വരുമ്പോൾ ദൈവവചനം കേൾക്കാം എന്നൊക്കെ പറഞ്ഞു നിന്നു. പിന്നീട് ഒരു അവസരവും ലഭ്യമായി തീരുന്നില്ല. രണ്ടാമതായി പറഞ്ഞ പീലാത്തോസ് തനിക്ക് അവസരം ലഭ്യമായി തീരുന്നു. കണ്ണുകളിൽ യേശുവിനെ കാണുവാനുള്ള സാഹചര്യം ഉണ്ടായി, ഒരു മുന്നറിയിപ്പ് ലഭ്യമായി തീരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ആ കിട്ടിയ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാതെ അതിനെ കളഞ്ഞ ഒരു പീലാത്തോസ്. മൂന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആകാശത്തോളം അമ്പര ചുംബിയാൻ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തെ കാണാം. ആ ക്ഷേത്രത്തിന്റെ അകത്ത് ശിംശോൻ ഇരുകണ്ണുകളും നഷ്ടപ്പെട്ട് ഫെലിസ്ത്യരുടെ മധ്യേ ആയിരിക്കുന്ന കാഴ്ചയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്. ശിംശോന്റെ പഴയകാലം പരിശോധിക്കുകയാണെങ്കിൽ തൻ്റെ അപ്പനും അമ്മയും വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെയൊക്കെ വളർത്തിയ ഒരു മകനാണ് ശിംശോൻ. തനിക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്ന, തൻ്റെ അടുത്ത് വരുന്ന ശത്രുക്കളെയൊക്കെ വെട്ടിമലർത്തി തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തി. ലൗകിക ജീവിതത്തിൽ അകപ്പെട്ട് പാപത്തിൽ ആണ്ട് ജീവിച്ച ഒരു വ്യക്തി. ഇഹലോകത്തെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് ഒരടിമയെ പോലെ ഫെലിസ്ത്യരുടെ മധ്യേ അവിടെ മാവരച്ചുകൊണ്ട് ആയിരിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അവിടെ ശിംശോൻ ആയിരിക്കുമ്പോൾ ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് കഴിവുണ്ടായിരുന്ന ഒരുപാട് സമയമുണ്ടായിരുന്നു, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സമയം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അങ്ങേ മറന്ന് ഞാൻ ജീവിച്ചു. എനിക്ക് ഒരു അവസരം കൂടെ ലഭിക്കുമോ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ കുറവുകളെയൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു അവസരം ലഭിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ തനിക്ക് കാഴ്ചയില്ല, തനിക്ക് ശക്തിയില്ല, പ്രവർത്തിക്കുവാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം. അവിടെ കുറവുകളോടെ ആയിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ്. കുറവുകളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണാം. നിന്നിൽ എത്ര പണമുണ്ട്, നിനക്കെത്ര രാഷ്ട്രീയ സ്വാധീനമുണ്ട്,
നിനക്കത്ര ശക്തിയുണ്ട്, നീ വെളുത്തവനാണോ സമ്പത്തുള്ളവനാണോ എന്നൊന്നുമല്ല ദൈവം നോക്കുന്നത്, നിന്റെ കുറവുകളെ സ്നേഹിക്കുന്ന വ്യക്തി. പലരും പറയുന്ന വാക്കുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പാട്ട് പാടുവാൻ അറിയില്ല, അതുകൊണ്ട് സഭയുടെ നേതൃത്വത്തിലോട്ട് ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കറുത്തവനാണ്, വിദ്യാഭ്യാസത്തിൽ ഞാൻ കുറഞ്ഞവനാണ്, ഞാൻ വിക്കനാണ് എന്നൊക്കെ പലരും പറഞ്ഞ് മാറാറുണ്ട്. എന്നാൽ ഓർക്കുക, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരും എഴുത്തുകാരും പ്രമാണിമാരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും യേശു തന്റെ ശിഷ്യരായിട്ട് ചേർത്തുകൊണ്ടത് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന, മരണം കൺമുന്നിൽ കണ്ടുകൊണ്ട് മീൻ പിടിക്കുവാനൊക്കെ പോകുന്ന വ്യക്തികളെയും ചുങ്കക്കാരെയാണ് യേശു ശിഷ്യരായിട്ട് തീർത്തത്. എന്തുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ചുങ്കം പിരിക്കുന്ന വ്യക്തി എന്തു തന്നെ പ്രതിസന്ധി വന്നാലും അവൻ ചുങ്കം പിരിവിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമൂഹം അവനെ ആട്ടിയാലും അവൻ ചുങ്കം പിരിവിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. മരണം കൺമുന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലും മരണത്തിന്റെ താഴ്വഴി കൂടിയായാലും മീൻ പിടിക്കുവാൻ അവൻ ഏറ്റെടുത്ത ദൗത്യം, അവൻ മീൻ പിടിക്കുവാൻ പോകുന്ന കഠിനാധ്വാനികളായിരുന്നു ഇവരൊക്കെ. അതുകൊണ്ടാണ് അവരെ യേശു ശിഷ്യരായിട്ട് ചേർത്തത്. ആലയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരൊക്കെ ദൈവം പ്രയോജനപ്പെടുത്തി വലുതാക്കിയിട്ടുള്ളത് ചരിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു കഴിവും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് ഇനി എന്ത് ചെയ്യണം, എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ച് ശിംശോനായിരിക്കുമ്പോൾ ശിംശോന്റെ മുടി കിളിർക്കുവാൻ തുടങ്ങി. കാഴ്ചയില്ലാത്ത ശിംശോന്റെ മുടി കിളിർക്കുന്നത് കാഴ്ചയുള്ള ഫിലിസ്ത്യരോ മറ്റു അവിടെ ഇരിക്കുന്ന ആരും കണ്ടില്ല എന്നതാണ് സത്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകള്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പല അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നഷ്ടപ്പെട്ടു പോയ പല സന്തോഷം, നഷ്ടപ്പെട്ടു പോയ പല സമ്പത്ത്, വിദ്യാഭ്യാസം, നഷ്ടപ്പെട്ടു പോയ പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ താഴ്മയുടെ കുറവുകളെ ഏറ്റുപറയുകയാണെങ്കിൽ ശിംശോനെ മുടി കിളിർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അവിടെ ശിംശോനെ മുടി കിളിർത്തു, തന്റെ ആരോഗ്യം തിരികെ ലഭ്യമായി തീർന്നു. ആ ക്ഷേത്രത്തെ ഫെലിസ്ത്യരെ മുഴുവനുമായി ആ ശിംശോൻ നശിപ്പിച്ചു. ഒന്നാമതായി പറഞ്ഞ ഫെലിക്സ് രാജാവ് ഇനിയൊരു അവസരം വരുമ്പോൾ ഞാൻ ദൈവവചനം കേൾക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ഒരു അവസരം ലഭ്യമായി തീർന്നില്ല. രണ്ടാമതായി പറഞ്ഞ പീലാത്തോസ് തനിക്ക് അവസരം ലഭ്യമായി തീർന്നു, പക്ഷേ ആ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാതെ നഷ്ടപ്പെടുത്തി. മൂന്നാമതായി പറഞ്ഞ ശിംശോൻ തനിക്ക് ലഭ്യമായി തീർന്ന അവസരത്തെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തി. ഇന്ന് യുവജനകാലം ആഘോഷിക്കുവാൻ നാം ആയിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. എനിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ ലഭ്യമായി തീർന്നപ്പോൾ ഈ അവസരങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്? ഇനിയൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞു, അത് കിട്ടിയ അവസരത്തെ പ്രയോജനപ്പെടുത്താതെ മാറി നിന്നോ? കിട്ടിയ അവസരത്തെ ഞാൻ തക്കത്തിൽ പ്രയോജനപ്പെടുത്തിയോ എന്ന് ചിന്തിക്കുക. ഇവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെ ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രീതിയുള്ള, ദൈവത്തിന്റെ ശിഷ്യരായിട്ടുണ്ട് സാക്ഷിയായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25:35 വായിക്കുമ്പോൾ, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാമെന്ന്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നീതിമാൻ ചോദിക്കുകയാണ്, അങ്ങ് എപ്പോഴാണ് ഞാൻ വിശന്ന് കണ്ടത്? അങ്ങ് എപ്പോഴാണ് ഞാൻ തടവിൽ കണ്ടത്? അങ്ങ് എപ്പോഴാണ് ദാഹിച്ച് കണ്ടത് എന്ന് പറയുമ്പോൾ ഉള്ള മറുപടി, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഒരാലയത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, അടുത്തടുത്തിരിക്കുന്നവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ കേരളം നോക്കുകയാണെങ്കിൽ കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനി, ഓംകാരനാമം ചൊല്ലുന്ന ഹൈന്ദവരും, അല്ലാഹു അക്ബർ എന്ന നിസ്കാരത്തോടെ പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ ഐക്യത്തോടെ വാഴുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു ആലയത്തിൽ അടുക്കെ ഇരിക്കുന്നവർ തമ്മിൽ മിണ്ടാത്തെ, പ്രവർത്തിക്കാത്തെ, ഒരുമിച്ച് സ്നേഹിക്കാത്തെ അവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നു, ബന്ധുക്കളെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, താഴ്ന്നവരെ കൈതാങ്ങി ഉയർത്തുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ യൂത്ത് ബോർഡിന്റെ ചാർജ് എടുക്കുന്ന ആഴ്ചയിൽ വിതുരക്കടുത്ത് ഒരു മരണ വീട്ടിൽ പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മരണ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു ഭവനം, ഒരു ഹാളും ഒരു അടുക്കളയും ഒരു റൂമും മാത്രമുണ്ട്. പൂശിയിട്ടൊന്നുമില്ല, ഷീറ്റ് ഇട്ട് ഒരു വീടാണ്. ഫ്രണ്ടിൽ ജനലൊന്നുമില്ല, ഫ്ലക്സ് കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു. ഒരു ഫ്രണ്ട് വാതിലാണെങ്കിൽ ഏത് നിമിഷവും തകർന്നു വീഴാൻ അത്തരത്തിൽ ആയിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ
3 പേരാണുള്ളത്. ഒരു പിതാവ്, മാതാവ്, 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. വളരെ സന്തോഷത്തോടെ ആലയുമായി ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. സന്തോഷത്തോടെ അവരുടെ കുടുംബം പോകുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിലെ മാതാവിനെ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി ഒരു സൈഡ് തളർന്ന് കിടപ്പിലായി. ആ കുടുംബം വളരെ കണ്ണുനീരിന്റെയും കഷ്ടതയുടെ മധ്യേ വീണ്ടും കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് പെട്ടെന്ന് വയ്യാതെ ഒരുപാട് ആശുപത്രികൾ മാറി മാറി ചികിത്സിച്ചു. 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അറിയുവാൻ സാധിച്ചു ആ പെൺകുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ആ കുടുംബം വളരെ കണ്ണുനീരിന്റെ ഒരുപാട് തകർന്ന് ഒരുപാട് സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടിലൂടെ വീണ്ടും കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ കൂലിവേലയ്ക്ക് പോകുന്ന സമയത്ത് വാഹന അപകടത്തിൽ മരണപ്പെട്ടു. ആ അടക്ക ശുശ്രൂഷയ്ക്കാണ് ഞാൻ ചെന്നിരിക്കുന്നത്. അവിടെ നിന്നപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അവിടെ നിന്ന് പലരും ചോദിക്കും, ദൈവമേ ഇത്ര ക്രൂരനാണ്, എന്തുകൊണ്ട് ഈ കുടുംബത്തിൽ ഇത്രയും ഒരു കണ്ണുനീരിന്റെ അവസ്ഥ? ആ കുട്ടിയുടെ അവസ്ഥ ഇനി എന്താകും? ആ മാതാവ് അടുക്കെ ഇരിക്കുന്നു, ഒരു സൈഡ് തളർന്ന് കസേരയിൽ ചാരിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ആ പിതാവിന്റെ അടുക്കൂടെയൊക്കെ 3 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി ഓടി നടക്കുന്നു. അവിടെ ഇരിക്കുന്ന കൂടി വന്ന എല്ലാവരും കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാനും അവിടെ നിന്ന് ചിന്തിച്ചു, ദൈവമേ ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നുകൂടായിരുന്നു, ഇതുപോലൊരു രോഗം എൻ്റെ കുടുംബത്തിൽ വന്നുകൂടായിരുന്നു, എനിക്ക് വന്നുകൂടായിരുന്നു, ഇതുപോലൊരു ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിൽ വന്നുകൂടായിരുന്നു. ഒന്ന് ചിന്തിക്കുക, ഈ ജീവിതത്തിൽ കഷ്ടതയുടെ കണ്ണുനീരിന്റെ ജീവിതത്തിൽ കണ്ണുമണി പോലെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുമ്പോൾ ഇനിയൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറുന്നു. മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ ഇനിയൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞ് ഫെലിക്സ് രാജാവിനെ പോലെ ഞാൻ മാറുന്നു. അതോ പീലാത്തോസിനെ പോലെ എനിക്ക് കിട്ടിയ അവസരത്തെ പ്രയോജനപ്പെടുത്താതെ ഞാൻ മാറുന്നു? അതോ ശിംശോനെ പോലെ കിട്ടിയ അവസരത്തെ ഞാൻ പ്രയോജനപ്പെടുത്തിയോ എന്ന് ചിന്തിക്കുക. ഇതുവരെ ലഭ്യമായ അവസരങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയെങ്കിൽ ശിംശോനെ പോലെ ഇന്നു മുതൽ ആരംഭിക്കുന്ന യുവജനവാരം മുതൽ നമ്മൾ സന്തോഷത്തോടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ ദൈവം നമ്മെ അവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. എനിക്കൊരു മറ്റൊരു സഭയിൽ പോകാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷത്തെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആണ്.